പ്രിയപ്പെട്ടവരെ, ചില വാക്കുകൾക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ തടവറകളേക്കാൾ ശക്തിയുണ്ട്. എനിക്ക് കഴിയില്ല, എൻ്റെ സമയം കഴിഞ്ഞു, എൻ്റെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ, ഇനി എന്നെ ആകാനാ, ഇനി ഒന്നും മാറില്ല, ഞാൻ പലതവണ ശ്രമിച്ചു. ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ സാധാരണ വാക്കുകൾ പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഭാഷയിൽ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതുമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഈ വാക്കുകൾ ചങ്ങലകളാണ്, തടവറകളാണ്. കാണാൻ കഴിയാത്ത ചങ്ങലകൾ, ശരീരത്തെയല്ല ഭാവിയെ ബന്ധിക്കുന്ന ചങ്ങലകളാണിത്. നിങ്ങളിത് പറയാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ആനക്കുട്ടിയെ ചെറിയൊരു കയറിൽ ആദ്യം കെട്ടിയിടും. അത് പലതവണ രക്ഷപ്പെടാൻ ശ്രമിക്കും, കഴിയില്ല. വീണ്ടും വീണ്ടും ശ്രമിക്കും, അതിന് പറ്റത്തില്ല. വീണ്ടും വീണ്ടും അതിങ്ങനെ പലതവണ അതിൻ്റെ ആരോഗ്യം എടുത്തത് നോക്കും. അവസാനം അത് വിശ്വസിക്കും, എനിക്ക് കഴിയില്ല എന്ന്. വർഷങ്ങൾ കടന്നു പോകും. ഇപ്പോൾ അത് ഒരു ഭീമൻ ആനയാണ്. പക്ഷേ കയർ പൊട്ടിക്കാൻ ഒരൊറ്റ നിമിഷം മതി. എന്നാൽ അത് ശ്രമിക്കില്ല. കാരണം അതിൻ്റെ കാലുകളെയല്ല, അതിൻ്റെ മനസ്സിനെയാണ് അതിപ്പോൾ ബന്ധിച്ചിരിക്കുന്നത്. മനുഷ്യരിങ്ങനെ ജീവിക്കുന്നു. ദൈവം നൽകിയ ശക്തി ഉള്ളിലുണ്ട് എങ്കിലും അവർ അതിൻ്റെ യാതൊരു വിധമായ സാധ്യതകളും കാണാതെ ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ തങ്ങളുടെ പഴയ അനുഭവങ്ങളെയാണ് അവർ വിശ്വസിക്കുന്നത്. ദൈവം നൽകിയ സാധ്യതകളെക്കാൾ തങ്ങളുടെ പഴയ പരാജയങ്ങളെയാണ് അവർ ഉൾക്കൊള്ളുന്നത്. ദൈവം തുറക്കുന്ന ഭാവിയേക്കാൾ അവർ അടഞ്ഞുപോയ വാതിലുകളെയാണ് എപ്പോഴും നോക്കി 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 നിൽക്കുന്നത്. കേൾക്കൂ, ശത്രുവിൻ്റെ ഏറ്റവും വലിയ വിജയം നിന്നെ തോൽപ്പിച്ചതല്ല, നീ ജയിക്കില്ല എന്ന് നിന്നെ വിശ്വസിപ്പിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ അത് പറയട്ടെ. ശത്രുവിൻ്റെ ഏറ്റവും വലിയ ജയം നിങ്ങളെ തോൽപ്പിച്ചതല്ല, നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചതാണ്. അതാണ് യഥാർത്ഥ തോൽവി എന്ന് പറയുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോറ്റുപോയൊരു മനസ്സ്, ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തളർന്നുപോയ ഒരു ഹൃദയം, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിരാശപ്പെട്ടു പോയ ഒരു ആത്മാവ്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് വന്നു പോയിരിക്കുന്ന 100 തടവറകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നൊരു കാര്യം ഞാൻ ധൈര്യത്തോടെ ദൈവകൃപയോടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നിന്റെ ജീവിതം നിന്റെ ഭൂതകാലത്തിന്റെ അളവുകോലല്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്റെ ഇപ്പോഴത്തെ ജീവിതം നിന്റെ ഭൂതകാലത്തിന്റെ അളവുകോലാകേണ്ടതില്ല. നിന്റെ നാളെ, നിന്റെ ഇന്നലെ നീ തീരുമാനിക്കുവാൻ തുനിയണ്ട. നിന്റെ ഭാവി ദൈവത്തിന്റെ മഹാപദ്ധതിയിൽ നിന്നും അത് പുറത്തു വരുന്നതാണ്. ദൈവത്തിന്റെ ദർശനത്തിന്റെ ചൂളയ്ക്കകത്ത് അതിപ്പോൾ അടിച്ചടിച്ചടിച്ചടിച്ച് ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലകളിൽ ഏതോ ഒരിടത്ത് തുരുമ്പിച്ച് കിടന്നതാണ് നിന്റെ ഭാവി എന്നുള്ളത് നീ ചിന്തിക്കരുത്. മഹാനായൊരു യോദ്ധാവിന്റെ കയ്യിലെ മിന്നൽ പ്രതിജ്വലിക്കുന്ന ഒരു വാളായി ദൈവം നിന്നെ മൂർച്ച കൂട്ടി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ഭാവിയെ നിന്റെ മുറിവുകൾക്ക് എഴുതാൻ കഴിയുകയില്ല. നിന്റെ വിധിയെ, നിന്റെ പരാജയങ്ങൾക്കൊരിക്കലും നിർണയിക്കാൻ സാധിക്കില്ല. അങ്ങനെ നിർണയിക്കാൻ അനുവദിക്കരുത്. കാരണം നിങ്ങൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. വലിയ സാമ്രാജ്യങ്ങൾ ഉയർന്നതെല്ലാം ഒരു സാധാരണമായ സാഹചര്യങ്ങളിലായിരുന്നു. ഇനിയും ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ആ സാധാരണ സാഹചര്യങ്ങൾക്കകത്ത് അസാധ്യങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ അതിനിടയിൽ നിന്നുമാണ് പടപൊരുതി സാമ്രാജ്യങ്ങളെ ഉയർത്തുവാൻ യോദ്ധാക്കളായ ചില മനുഷ്യർ തയ്യാറായത്. ലോകത്തിലെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനിച്ചത് നിരാകരണങ്ങളിൽ നിന്നാണ്. വലിയ വലിയ വിജയങ്ങൾ പിറന്നത് പരിഹാസങ്ങളുടെ വലിയ ഒരു ഭയങ്കരമായിരിക്കുന്ന പ്രഹേളികയെ നേരിട്ടുകൊണ്ടാണ്. ചില സാക്ഷ്യങ്ങൾ ഉണ്ടായത് അതിതീവ്രമായി ഒഴുകിയ, കടലുപോലൊഴുകിയ കണ്ണുനീരുകളിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ കള്ളം എന്താണ്? യാഥാർത്ഥ്യമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇതിനൊരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ ലൈഫിന്റെ സന്തോഷങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ കള്ളം എന്താണ്? അതിനെ ഒന്ന് നിർവചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നെ കൊണ്ട് കഴിയില്ലെന്നാണോ? ഞാൻ വൈകിപ്പോയി എന്നാണോ? ഇനിയും ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണോ? ഇന്ന് ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കരുതുന്ന കള്ളങ്ങളെ പൊളിക്കേണ്ട ദിവസമാണ്. കാരണം ഒരു മനുഷ്യൻ മാറുന്നതിന് മുൻപ്
അവൻ്റെ സാഹചര്യം മാറില്ല. ഒരു മനുഷ്യൻ ഉന്മേഷവാനായി തീരാതെ അവൻ്റെ ജീവിതത്തിൻ്റെ കഥയെ ആർക്കും തിരിക്കാൻ കഴിയുകയില്ല. അവൻ വിശ്വസിക്കുന്ന കഥ മാറുമ്പോഴാണ് അവൻ്റെ ഉള്ളിലെ ശബ്ദം മാറാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ധാരണകൾ തിരിയുമ്പോഴാണ് നിങ്ങളുടെ ഭാവി തിരിയുന്നത്. ഈ ഭൂമി കറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ മാത്രമാണ്. ഇത് കീഴ്മേൽ മറിയുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനും തിരിച്ചറിയാനും കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ കാണുന്ന രീതി മാറുമ്പോഴാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ഭാവിയുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് റിസൾട്ടുകളും മാറുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ എഴുന്നേൽക്കുക, നിങ്ങളുടെ തല ഉയർത്തുക, ഹൃദയം തുറക്കുക, വീണ്ടും സ്വപ്നങ്ങളെ കാണുക, വീണ്ടും കർത്താവിൽ വിശ്വസിക്കുക, വീണ്ടും പ്രാർത്ഥിച്ച് മുന്നോട്ട് നടക്കുക. കാരണം നിന്നെ തടഞ്ഞു നിർത്തിയത് നിന്റെ സാഹചര്യങ്ങളായിരുന്നില്ല. നിന്നെ തടഞ്ഞു നിർത്തിയത് നിന്റെ ഇപ്പോഴത്തെ നിന്റെ പ്രശ്നങ്ങളായിരുന്നില്ല. നിന്നെ ഇത്രയും കാലം തടഞ്ഞു നിർത്തിയത് നിന്റെ ഹൃദയത്തിലുള്ള ചില തെറ്റായ വിശ്വാസങ്ങളായിരുന്നു. ആ ചങ്ങലകളെ പൊട്ടിക്കുവാനുള്ള ദിവസമാണിത്. കുരുടന്റെ കണ്ണ് തുറന്നുകൊണ്ട് യേശു ഒരു അത്ഭുതം ചെയ്തതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ചില തെറ്റായ വിശ്വാസങ്ങളെ കഴുകിക്കളയുവാനും നിന്റെ ജീവിതത്തിനകത്ത് ഇത്രയും കാലം അടഞ്ഞു മൂടിക്കിടന്ന യാഥാർത്ഥ്യങ്ങളെ കാണാൻ വയ്യാത്ത ചില വല്ലാത്ത സാഹചര്യങ്ങളെ ഒഴിവാക്കാനും കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ യേശു കുരുടനെ സൗഖ്യമാക്കുന്ന ഭാഗം നാം കാണുന്നു. നിലത്ത് തുപ്പി മണ്ണിൽ നിന്നും ചേറുണ്ടാക്കി കുരുടന്റെ കണ്ണിൽ പുരട്ടിയിട്ട് ശീലോഹാം കുളത്തിലേക്ക് പോയി കഴുകുക എന്ന് പറയുന്നു. അവിടെ മണ്ണ്, മനസ്സ്, വിശ്വാസം, ഇതിൻ്റെ എല്ലാം ഒരു ഒത്തുചേരൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ചെയ്ത ഈ അത്ഭുതത്തിനകത്ത് മണ്ണിൻ്റെയും മനസ്സിൻ്റെയും വിശ്വാസത്തിൻ്റെയും എല്ലാം ഒരു സമന്വയം യോഹന്നാൻ 9-ാം അധ്യായത്തിലെ ഈ അത്ഭുതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരുന്ന ഈ മനുഷ്യന്റെ ആത്മീകമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന ആഴങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ദൈവം ഒരു മനുഷ്യന്റെ സാഹചര്യം മാറ്റുന്നതിന് മുൻപ് പലപ്പോഴും അവന്റെ ചിന്താരീതിയെയാണ് സ്പർശിക്കുന്നത്. യോഹന്നാൻ 9-ൽ യേശു ചെയ്യുന്നത് ഈ വിചിത്രമായൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. യേശുവിനൊരു വാക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. യേശുവിൻ്റെ ഒരു സ്പർശനം കൊണ്ട് യേശുവിനെ സൗഖ്യമാക്കാമായിരുന്നു. മരിച്ചവനെ വാക്കുകൊണ്ട് ജീവിപ്പിക്കാൻ ശക്തിയുള്ള യേശു, കാറ്റും കടലും വാക്കാൽ അടക്കുവാൻ ശക്തിയുള്ള യേശു എന്തുകൊണ്ടൊരു വാക്ക് ഉപയോഗിക്കാതെ ഇവിടെ വിചിത്രമായൊരു പരിപാടി ചെയ്യുവാൻ തയ്യാറായി? യേശുവിന് ദൂരെ നിന്ന് പോലും സൗഖ്യമാക്കാമായിരുന്നു. ഇതിനു മുൻപും അങ്ങനെയൊക്കെ കർത്താവ് പലതവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവൻ ഒരു പ്രക്രിയ തിരഞ്ഞെടുത്തു. യേശു ഒരു പുതിയ രീതിയെ ഇവിടെ അവതരിപ്പിക്കുവാൻ തയ്യാറായി. യേശു മണ്ണിനെ തൊട്ടു. മണ്ണ്, തുപ്പൽ, കണ്ണുകൾ, ശീലോഹാം കുളം, കഴുകൽ, പിന്നെ കാഴ്ച. എന്തുകൊണ്ട്? ഈ ചോദ്യം ആഴത്തിൽ അന്വേഷിക്കുമ്പോൾ നാം ഒരു വലിയ സത്യം കണ്ടെത്തുന്നുണ്ട്. ദൈവം തൻ്റെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. പക്ഷേ ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പലർക്കും അത്ഭുതങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വേണം. ഈ കാലഘട്ടം ഇൻസ്റ്റന്റ് പാലപ്പത്തിന്റെ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിന്റെ എല്ലാം കാലഘട്ടമാണ്. എല്ലാം പെട്ടെന്ന് തന്നെ സജ്ജമാക്കാം. പക്ഷേ ദൈവം പെട്ടെന്നുണ്ടാക്കുന്ന കാര്യങ്ങളുടെ ഉപജ്ഞാതാവായി അത്ഭുതങ്ങളുടെ രൂപത്തിൽ നിൽക്കുമ്പോൾ തന്നെയും എൻ്റെ ദൈവം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന, നിലനിൽക്കുന്ന ഫലങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന രൂപാന്തരങ്ങളുടെ കർത്താവും കൂടെയാണ്. ദൈവം പലപ്പോഴും രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്. അത്ഭുതം ഒരു നിമിഷം കൊണ്ട് നടക്കും. ഏത് മഹാത്ഭുതവും ഒരു നിമിഷം കൊണ്ട് നടക്കും. പക്ഷെ രൂപാന്തരം അത് വലിയ ദീർഘകാല യാത്രയുടെ സമയം കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ. അതിന് വലിയ കാലഘട്ടങ്ങൾ എടുത്തെന്ന് വരാം, മാസങ്ങൾ എടുത്തെന്ന് വരാം, സമയങ്ങൾ എടുത്തെന്ന് വരാം. അത്ഭുതം പെട്ടെന്നൊരു പ്രശ്നം പരിഹരിക്കും. പക്ഷെ രൂപാന്തരം ഒരു മനുഷ്യനെ തന്നെ മാറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, അത്ഭുതം ഒരു പ്രശ്നത്തെ പരിഹരിക്കും. പക്ഷെ രൂപാന്തരം ഒരു മനുഷ്യനെ തന്നെ മാറ്റിമറിക്കും. ദൈവത്തിന് അത്ഭുതവും വേണം, നിങ്ങളുടെ രൂപാന്തരവും വേണം. ഇത് രണ്ടും തമ്പുരാൻ ഒരേപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇടത് കണ്ണാണോ വലത് കണ്ണാണോ വേണ്ടതെന്ന് ചോദിക്കുന്നത് പോലെയുള്ളൂ ഇത്. ദൈവത്തിന് കേവലം ഒരു പ്രവൃത്തി ചെയ്ത് അവസാനിപ്പിക്കുവാനല്ല താല്പര്യം, നിന്നെ ഒരു വിസ്മയമാക്കി തീർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കൃത്യമായൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ മേൽ കൊണ്ടുവരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്ഭുതവും രൂപാന്തരവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. കുരുടനോട് യേശു ചെയ്തത് പോയി കണ്ണ് കഴുകുക എന്ന് പറഞ്ഞു വിടുമ്പോൾ യേശു കേവലം ഒരു അത്ഭുതം മാത്രം ഒരുക്കുകയായിരുന്നില്ല. യേശു ഒരു രൂപാന്തരത്തിന്റെ സമയവും കൂടെ അതിനകത്ത് ഫിക്സ് ചെയ്യുകയായിരുന്നു. ശീലോഹാം കുളത്തിലേക്ക് തന്റെ കണ്ണിൽ പുരണ്ട യേശുവിന്റെ തുപ്പല് പുരണ്ട ആ ചേറ് കഴുകിക്കളയുവാൻ വേണ്ടി, മണ്ണും തുപ്പലും ചേർന്ന ആ ദ്രാവകം കഴുകിക്കളയുവാൻ വേണ്ടി കുരുടൻ നടന്നു പോകുന്ന ആ സമയം
യേശു ഒരു അത്ഭുതം ഒരുക്കുന്നതിനോടൊപ്പം ഒരു രൂപാന്തരവും ആ മിറക്കിളിനകത്ത് എൻ്റെ കർത്താവ് ഫിക്സ് ചെയ്യുകയായിരുന്നു. പലരുടെയും ജീവിതത്തിൽ വലിയ ചില ദൈവപ്രവൃത്തികൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്മൾ അത്ഭുതങ്ങളെ മാത്രം പ്രതീക്ഷിക്കുകയും രൂപാന്തരങ്ങളെ, മാനസാന്തരങ്ങളെ, ചേഞ്ചുകളെ വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും ദൈവപ്രവൃത്തികൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാതെ പോകുന്നതിൻ്റെ കാരണം. ഇന്ന് രാവിലെ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, അത്ഭുതങ്ങൾ ആയിത്തീരുക. ഒന്നുകൂടെ, മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, രൂപാന്തരങ്ങളായി തീരുക, അത്ഭുതമായി മുന്നോട്ടേക്ക് പോവുക. ആ മനുഷ്യൻ ലോകത്തെ നേരിട്ട് അനുഭവിക്കുന്നില്ല. അവൻ തന്റെ വ്യാഖ്യാനമാണ് അവൻ അനുഭവിക്കുന്നത്. ആളുകൾ ഒരേ സംഭവത്തിലൂടെ രണ്ട് രീതിയിൽ കടന്നു പോകും. ഒരാൾ അതിൽ തകരും, മറ്റൊരാൾ അതിനകത്ത് ശക്തനായി തീരും. കാരണം സംഭവത്തെക്കാൾ പ്രധാനമാണ് അതിന് നൽകുന്ന നമ്മുടെ മാനസികമായ അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ കുരുടനായ മനുഷ്യന്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടത് തന്നെയാണ്. ജന്മനാ കുരുടനായ ഈ മനുഷ്യൻ വർഷങ്ങളായി അവനൊരു തിരിച്ചറിയലിലാണ് ജീവിക്കുന്നത്. എന്താണ് അവന്റെ തിരിച്ചറിയൽ? ഒന്ന്, ഞാൻ കുരുടനാണ്, എനിക്ക് എന്റെ കണ്ണ് കാണാൻ കഴിയില്ല. രണ്ട്, അവന്റെ വയറു നിറയണമെങ്കിൽ ഭിക്ഷയെടുക്കണം, അവൻ ഭിക്ഷക്കാരനാണ്. മൂന്ന്, അവൻ മറ്റൊരാളെ ആശ്രയിച്ചാണ് അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ അവൻ മറികടക്കുന്നത്. എപ്പോഴും അവൻ ആശ്രയത്തിനായിട്ടൊരു വടി വേണം, ഞാനൊരു ആശ്രിതനാണ്. അവന്റെ അവസ്ഥ മാത്രമല്ലായിരുന്നു അറിയാവുന്നത്, അവന് മറ്റൊരാളുടെ സാഹചര്യങ്ങളെ കൂടെ തന്റെ ജീവിതത്തോട് അടുത്തു വന്നാൽ മാത്രമേ അവനതിന് വിജയകരമായി അവനൊരു കാര്യം അവന് ചെയ്യാൻ കഴിയുമുള്ളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, സ്വയം പര്യാപ്തതയില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു തെറ്റായ വിശ്വാസ സംഹിതയുടെ ഒരു വലിയ തടവറ ആ മനുഷ്യനിൽ നിന്ന് പൊട്ടിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു വലിയ വിസ്മയത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളായിരുന്നു. ഇല്ല എങ്കിൽ അവൻ കണ്ണു തുറന്നാലും ഈ തെറ്റായ വിശ്വാസങ്ങൾ ഉള്ളിൽ പുലർത്തിക്കൊണ്ട് തുറക്കപ്പെട്ട കണ്ണുകളുമായി ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ആ മനുഷ്യൻ ജീവിക്കുമായിരുന്നു. ഒന്നുകൂടെ, തുറക്കപ്പെട്ട കണ്ണുകളുമായി ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ അവൻ തുടരുമായിരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷം അവന്റെ മേൽ വരുന്നത് കർത്താവിന് ഇഷ്ടമല്ല. ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നതിനോടൊപ്പം ഒരു രൂപാന്തരം കൂടെ ഒരുക്കുന്നു. ദൈവത്തിന് വേണ്ടത് കേവലം കണ്ണു തുറന്നൊരു വ്യക്തിയല്ല, അകക്കണ്ണിന് മാറ്റം വന്ന, ഹൃദയത്തിന് മാറ്റം വന്ന, രൂപാന്തരവും വിടുതലും ഒരുപോലെ സമന്വയിച്ച ഒരു പുതിയ ജീവിതത്തെയായിരുന്നു യേശുവിന് ആ പെരുവഴിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ താല്പര്യം. ഇന്ന് രാവിലെ എന്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാൻ മാത്രമല്ല താല്പര്യം, ദൈവത്തിന് നിന്റെ മാനസാന്തരവും പ്രധാനമാണ്. ആമേൻ. ദൈവത്തിന് നിങ്ങളുടെ അഭിഷേകം മാത്രമല്ല പ്രധാനപ്പെട്ടത്, ദൈവത്തിന് നിങ്ങളുടെ അനുസരണവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കുരുടനായ മനുഷ്യന് മാറ്റം വന്നതുപോലെ ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിനും ഒരു മാറ്റം വരട്ടെ. ദാറ്റ് മീൻസ് ദൈവം അകമയും പുറമെയും മാറ്റം വരുത്തി. എൻ്റെ കർത്താവിൻ്റെ മാത്രം പ്രത്യേകതയാണിത്. എൻ്റെ യേശു അകമയും പുറമെയും മാറ്റം വരുത്തുന്നവനാണ്. ഹല്ലേലൂയ. ഈ കുരുടൻ്റെ സ്വയ ചിത്രം ഇപ്പോൾ മാറുകയാണ്. അവൻ്റെ മനസ്സ് ഏറ്റവും വലിയ തടവറയായിരുന്നു. ആ തടവറ പൊട്ടേണ്ടത് കർത്താവിൻ്റെ ആവശ്യമായിരുന്നു. അവൻ്റെ ജയിൽ മതിലുകളായിരുന്നില്ല, അവനെക്കുറിച്ചുള്ള അവൻ്റെ തെറ്റായ തിരിച്ചറിവുകളായിരുന്നു. ആമേൻ. ഒരു കുട്ടിയോട് നിരന്തരം നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവനത് വിശ്വസിക്കുവാൻ തുടങ്ങും. ഒരു സമൂഹത്തോട് നിരന്തരം നിങ്ങൾ ദുർബലരാണ് എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കാൻ തുടങ്ങും. ഒരു വിശ്വാസിയോട് നീ പരാജിതനാണെന്ന് ഒരു ദൈവദാസനോ പാസ്റ്ററോ പറഞ്ഞാൽ അവനത് വിശ്വസിക്കാൻ തുടങ്ങും, അതിന് പ്രകാരം ജീവിക്കാൻ തുടങ്ങും. പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയോട് നിന്റെ മേൽ ദുരാത്മാവാണ്, നിന്റെ വീട്ടിൽ കൂടോത്രമാണെന്ന് ഒരു പ്രവാചകൻ പറഞ്ഞാൽ അവരത് തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. യേശു പലപ്പോഴും തൻ്റെ അരികിലേക്ക് വന്ന മനുഷ്യനെ സ്പർശിച്ചത് അവൻ്റെ തിരിച്ചറിവ് മാറ്റുന്ന നിലയിലായിരുന്നു. കർത്താവ് തിരിച്ചറിവിനെ ആഴത്തിൽ സ്പർശിക്കുന്നു. അസാധ്യമെന്ന നിലയിലുള്ള വിഷയങ്ങളെ സൃഷ്ടിപരമായ മാറ്റത്തിൻ്റെ വിജയവേദികളാക്കുന്നതിന് മുൻപ് യേശു നമ്മളുടെ ചിന്താധാരണകളെ അഴിച്ചു പണിയുകയാണ്. യേശു രണ്ടാമതായി ഈ മനുഷ്യന്റെ ജീവിതത്തിൽ രൂപാന്തരത്തിന് മണ്ണിനെ ഉപയോഗിച്ചു. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നാണ് രൂപപ്പെടുത്തിയത്. യോഹന്നാൻ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവ് മണ്ണ് ഉപയോഗിക്കുന്നു. ഇത് യാദൃച്ഛികമായ ഒരു കാര്യമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. സൃഷ്ടാവ് തന്റെ സൃഷ്ടിയെ വീണ്ടും സ്പർശിക്കുന്നു. ആദാമിന്റെ വീഴ്ചയിൽ നഷ്ടപ്പെട്ടത് ഇപ്പോൾ പുനരാവിഷ്കരിക്കപ്പെടുന്നു. ഞാൻ നിന്റെ സൃഷ്ടാവാണെന്ന് യേശു ഇവിടെ തെളിയിക്കുന്നു. മൂന്നാമത് ശീലോഹോമിലേക്ക് അയക്കുന്നു. ഷീലോഹാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കപ്പെട്ടവൻ. ഇവിടെയാണ് ഇതിന് പ്രത്യേകമായൊരു മാറ്റം ഉണ്ടാകുന്നത്. ഇത് പുതിയൊരു ഡയമെൻഷനിലേക്ക് തിരിയുകയാണ്. ഈ ഒരു അത്ഭുതം, ഈ ഒരു സംഭവം, യേശു ഇവിടെ പുതിയൊരു കാര്യം പുറത്തു കൊണ്ടുവരികയാണ്. സത്യത്തിൽ ആരാണ് യേശു? യേശു അയക്കപ്പെട്ടവനാണ്. യേശു തന്നെയാണ് അയക്കപ്പെട്ടവൻ. ആമേൻ. ഇപ്പോഴോ കുരുടനെ യേശു അയക്കപ്പെട്ടവൻ എന്ന കുളത്തിലേക്ക് അയക്കുന്നു. ഒന്നുകൂടെ, യേശുവാണ് അയക്കപ്പെട്ടവൻ. യേശു ആ കുരുടനെ അയക്കപ്പെട്ടവൻ എന്ന കുളത്തിലേക്ക് അയക്കുന്നു. ആമേൻ. സൗഖ്യം കാഴ്ചയിൽ മാത്രമല്ല. ആമേൻ. ഒരു സന്ദേശത്തിനകവും
ഇതിനകത്ത് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു മെസ്സേജും ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് അയക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കുന്ന മനുഷ്യൻ പുതിയ കാഴ്ചപ്പാടിലേക്ക് വരുന്നു എന്നുള്ള ദൂത്. ജന്മനാ ഉള്ള ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളും പരിഹാരമില്ലാത്ത ജീവിതത്തിൻ്റെ ചോദ്യങ്ങളും കേവലം ഒന്ന് മുഖം കഴുകുന്ന ലാഘവത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് തല പോകുന്ന വിഷയത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയും. യേശു എന്ന അയക്കപ്പെട്ടവനിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, യേശുവിലേക്ക് നിങ്ങൾ ആഴമായി ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുമ്പോൾ, ക്രിസ്തുവിനാൽ നിങ്ങളുടെ ജീവിതം കഴുകപ്പെടാൻ തയ്യാറാകുമ്പോൾ ജീവിതത്തിൻ്റെ തിമിരാന്ധതകൾ മാറിപ്പോകുമെന്നും കേവലം മുഖം കഴുകുന്ന ലാഘവത്തോടുകൂടെ ജന്മനാ ഉള്ള ഏത് ദോഷത്തിനും പലർക്കും ഉത്തരം നൽകാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഏത് ക്രൂര സമസ്യകൾക്കകത്തു നിന്നും നിങ്ങൾക്ക് അതിശയകരമായി പുറത്തു വരാൻ കഴിയുമെന്നും ഈ പാഠഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു. ദൈവത്തിൻ്റെ മക്കളെ, വിശ്വാസം അത് കേവലം ഒരു വികാരമല്ല, അതൊരു തീരുമാനമാണ്. വിശ്വാസം എന്നത് എല്ലാം മനസ്സിലാക്കിയിട്ട് യാത്ര ചെയ്യുന്നതല്ല, മനസ്സിലാക്കാത്തപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാര്യങ്ങൾ അവന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എന്തിനാണ് ഈ മണ്ണിൻ്റെ കാര്യങ്ങളിൽ എൻ്റെ കണ്ണിൽ പുരട്ടുന്നത്, എന്തിനാണ് ഈ കുളത്തിലേക്ക് എന്നെ വിടുന്നത്, എന്തിനാണ് എനിക്ക് ഈ യാത്ര ഉണ്ടാക്കുന്നത്? പക്ഷെ അവൻ ചോദിച്ചില്ല, അവൻ അനുസരിച്ചു. ദിസ് ഈസ് ദ പോയിന്റ്. അവൻ ചോദിക്കാമായിരുന്ന സാഹചര്യത്തിലും ചോദ്യം ചെയ്യാതെ അവൻ അനുസരിക്കാൻ തയ്യാറായി. ചരിത്രത്തിലെ വലിയ നേതാക്കളെ നോക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഒരു പൊതു സ്വഭാവം കാണാൻ കഴിയും. അവരുടെ ജീവിതത്തെയും രീതികളെയും പഠിക്കുമ്പോൾ ഒരു പൊതുധാരണ ഉടലെടുക്കുന്നു. അവരെല്ലാം അറിയുന്നവരായി, എല്ലാം മനസ്സിലാകുന്നതുവരെ കാത്തു നിന്നവരല്ല, അവർ അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ചരിത്രത്തിലെ വലിയ നേതാക്കളെല്ലാം എല്ലാം മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയവരല്ല. അവർ അറിയാവുന്നതിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ടേക്ക് പോയവരാണ്. പൂർണ്ണമായ വ്യക്തതയ്ക്ക് ശേഷം അവർ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചില്ല. വ്യക്തത പൂർണ്ണമായിട്ടില്ലാത്തപ്പോഴും മുന്നോട്ടേക്ക് തന്നെ പോയി. മുന്നോട്ട് പോയപ്പോൾ വ്യക്തത ലഭിച്ചു. ആമേൻ, ഹല്ലേലൂയ. വൈകല്യമുണ്ടെങ്കിലും മുന്നോട്ട് പോവുക എന്ന് ദൈവം പറഞ്ഞാൽ നിങ്ങൾ അന്ധനാണേലും മുന്നോട്ട് തന്നെ പോകണം. കൂടുതൽ ഉറപ്പ് വേണ്ട, കൂടുതൽ വ്യക്തത വേണ്ട. അനുസരണമാണ് വിശ്വാസത്തിൻ്റെ ഇരട്ട സഹോദരൻ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, വിശ്വാസത്തിൻ്റെ ഇരട്ട സഹോദരൻ അനുസരണമാണ്. വിശ്വാസം ചില സ്ഥലത്ത് ഇങ്ങനെ മന്ദഗതി നിൽക്കുമ്പോഴും ആ കൈക്ക് പിടിച്ച് മുന്നോട്ടേക്ക് വിശ്വാസത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അനുസരണമാണ്. ആമേൻ. ജീവിതത്തിൽ ഒരു വലിയ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലരും പറയുന്നു, എനിക്ക് കൂടുതൽ ഉറപ്പ് കിട്ടിയാൽ ഞാൻ ഇറങ്ങും, എനിക്ക് കൂടുതൽ പണം കിട്ടിയാൽ ഞാൻ ആരംഭിക്കും, എനിക്ക് കൂടുതൽ പിന്തുണ കിട്ടിയാൽ ഞാൻ അങ്ങ് ഇപ്പോൾ ആരംഭിക്കും. പക്ഷേ ജീവിതത്തിലെ വലിയ മുന്നേറ്റങ്ങൾ പലപ്പോഴും ആരംഭിക്കുന്നത് ചെറിയ ചെറിയ അനുസരണങ്ങളിൽ നിന്നാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ജീവിതത്തിലെ വലിയ വലിയ മുന്നേറ്റങ്ങൾ ആരംഭിക്കുന്നത് ചെറിയ ചെറിയ അനുസരണങ്ങളിൽ നിന്നാണ്. എല്ലാ ഉത്തരങ്ങളും കിട്ടുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. ജീവിതം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. എല്ലാ ഉത്തരങ്ങളും കിട്ടിയ ശേഷം നിങ്ങളോട് പോകാൻ അത് പറയുന്നില്ല. ദൈവം പലപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അവൻ അടുത്ത ഒരു ചുവട് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ എന്ത് ചെയ്യണമെന്നതിൻ്റെ മുഴുവൻ സ്കെച്ചും പ്ലാനും ഇങ്ങോട്ട് നിരത്തി വെക്ക്, ഞാനത് നോക്കട്ടെ. നോ, ഇല്ല. അടുത്ത ചുവട് ദൈവം കാണിച്ചു തരും. കാലടി വെക്കേണ്ടതിനൊരു വിശാലത കാണിച്ചു തരും. മുന്നോട്ടേക്ക് ഇറങ്ങേണ്ടത് എവിടേക്കാണെന്ന് പറഞ്ഞു തരും. അത് ചെയ്യുമ്പോൾ അടുത്തത് വരും. അവൻ മുഴുവൻ മാപ്പും കാണിക്കില്ല, മുഴുവൻ പ്ലാനും വ്യക്തമാക്കത്തില്ല. കാര്യങ്ങളുടെ വ്യക്തതകളേക്കാൾ അവൻ്റെ വാക്ക് വിശ്വസിക്കുന്നവനെ മുന്നോട്ട് നടത്താനാണ് ദൈവത്തിന് ഇഷ്ടം. കാര്യങ്ങളുടെ വ്യക്തതകളേക്കാൾ ഉപരി തൻ്റെ വാക്കിനെ വിശ്വസിക്കുന്നവനെ മുന്നോട്ട് നടത്താനാണ് ദൈവത്തിന് ഇഷ്ടം. കാര്യങ്ങളുടെ വ്യക്തതയേക്കാൾ തൻ്റെ വാക്ക് വിശ്വസിക്കുന്നവനെ മുന്നോട്ട് നടത്താനാണ് ദൈവത്തിന് ഇഷ്ടം. ഈ വല്ലാത്ത നേരത്ത്, ഈ വല്ലാത്ത സാഹചര്യത്തിൽ ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവത മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാകുക. കിട്ടിയ കൃപയോടുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ലഭിച്ച അഭിഷേകത്തിൽ പ്രയോജനപ്പെട്ടു തുടങ്ങുക. കിട്ടിയ വചന വെളിപ്പാടിൽ ശുശ്രൂഷിച്ചു തുടങ്ങുക. ദൈവം നിന്നെ അയച്ചിട്ടുണ്ടോ, അതിനെ അനുസരിക്കുക. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ, അതിന് മുമ്പിൽ ഒബീഡിയൻ്റ് ആകുക. ദൈവം ബാക്കി കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഓരോ ദിവസവും സ്വയം ചോദിച്ചു തുടങ്ങുക, കർത്താവേ, ഞാൻ ഇന്ന് അനുസരിക്കേണ്ടതായ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ആ ചുവട് എന്താണ്? കർത്താവേ, ഞാൻ ഇന്ന് എന്തിനാണ് ഒരുങ്ങേണ്ടത്? വലിയ വലിയ അത്ഭുതങ്ങൾ പലപ്പോഴും ചെറിയ ചെറിയ അനുസരണങ്ങളിലാണ് ഒളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളെ, ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ നിങ്ങളോട് ആവർത്തിക്കട്ടെ. വലിയ വലിയ അത്ഭുതങ്ങൾ പലപ്പോഴും ചെറിയ ചെറിയ അനുസരണങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ചെറിയൊരു തീരുമാനം ജീവിതത്തിന്റെ ദിശ മാറ്റും. ഇന്ന് നിന്റെ ദൈവസന്നിധിയിലെ ചെറിയൊരു തീരുമാനം നിന്റെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ചെറിയൊരു അനുസരണം നിന്റെ തലമുറയുടെ കഥ തന്നെ മാറ്റിമറിക്കും. ഒരു ചെറിയ വിശ്വാസത്തിന്റെ ചുവടുവെപ്പ് നിന്റെ കുടുംബത്തിന്റെ ഭാവിയെ തന്നെ തിരിക്കും.
ചില കാര്യങ്ങളോട് നോ പറയാൻ, ചിലതിനോട് യെസ് പറയാൻ നീ തയ്യാറാകുമ്പോൾ, നീ ആ യെസ് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് നിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. യോഹന്നാൻ 9 നിർണായകമായൊരു നിമിഷം. ഇപ്പോൾ കുരുടൻ ശീലോഹാങ്കുളത്തിലേക്ക് നടക്കുന്നു. അവൻ്റെ കണ്ണിൽ ഇപ്പോഴും മണ്ണുണ്ട്. എന്നോട് പറഞ്ഞേ, ഇപ്പോഴും പാസ്റ്ററെ കുരുടൻ്റെ കണ്ണിൽ മണ്ണുണ്ട്. യേശു പുരട്ടിയ ചേർ ഇപ്പോഴും അവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അവനിപ്പോഴും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഇവിടെ മാറിയിരിക്കുന്നു. അവനിനി പഴയ മനുഷ്യനല്ല. കാരണം അവൻ യേശുവിൻ്റെ വാക്ക് സ്വീകരിച്ചിരിക്കുന്നു. അവനിപ്പോൾ അനുസരണത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നത്. അന്ധതയുടെ വഴിയിലല്ല, അയാൾ അനുസരണത്തിൻ്റെ വഴിയിൽ ജീവിതത്തിൽ ആദ്യമായി അയാളുടെ ചുവട് അയാൾ വെച്ചിരിക്കുന്നു. തിമിരാന്ധത പിടിച്ചവൻ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് പോലെയെന്ന് നിങ്ങൾക്ക് തോന്നാം. നോ, അയാളിപ്പോൾ അനുസരണത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവനും കണ്ണ് കാണാത്തവനും തമ്മിലുള്ള ഏക സാമ്യം ഇതാണ്. കണ്ണ് കാണാത്തവനും ദൈവത്തെ അനുസരിക്കുന്നവനും തമ്മിലുള്ള ഏക സാമ്യം, ദൈവത്തെ അനുസരിക്കുന്നവൻ എല്ലാ ചിത്രവും കിട്ടിയിട്ടല്ല മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു കുരുടൻ തൻ്റെ മുഴുവൻ വഴിയും കണ്ടിട്ടല്ല യാത്ര ചെയ്യുന്നത്. ഒരു കുരുടൻ മുഴുവൻ റൂട്ടും മനസ്സിലാക്കിയിട്ടല്ല യാത്ര ചെയ്യുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവനും മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു പിക്ചർ കിട്ടിയിട്ടല്ല യാത്ര ചെയ്യുന്നത്. തൊട്ട് മുമ്പിലുള്ള ചുവടെന്തോ അത് വെക്കുക, തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പ് എന്തോ അതിലേക്ക് ഇറങ്ങുക. ആ യാത്രയെ കംപ്ലീറ്റ് ചെയ്യുവാൻ നിന്നെ അയച്ച ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ കടന്നു വരുന്നുണ്ട്. ഇവിടെയാണ് എല്ലാ രൂപാന്തരങ്ങളും ഉണ്ടാകുന്നത്. ഇവിടെയാണ് എല്ലാ മാറ്റങ്ങളും ആരംഭിക്കുന്നത്. ആദ്യം വിശ്വാസം, പിന്നെ നടപ്പ്, പിന്നെ കാഴ്ച, പിന്നെ സാക്ഷ്യം. അപ്പോൾ കഥ, സാഹചര്യം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സൗഖ്യം ലഭിച്ച മനുഷ്യൻ മാത്രമല്ല ഇവിടെ മാറാൻ പോകുന്നത്. കണ്ണിൻ്റെ കാഴ്ച മാത്രമല്ല ഇവിടെ വരാൻ പോകുന്നത്. അവനെ ചുറ്റിപ്പറ്റി നിന്ന ലോകവും അവന് മുമ്പിൽ മാറാൻ പോവുകയാണ്. കാരണം യാഥാർത്ഥ അത്ഭുതങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയിൽ മാത്രം അവസാനിക്കുന്നില്ല. അത് സമൂഹത്തെ ചോദ്യം ചെയ്യും, അത് മതത്തെ വെല്ലുവിളിക്കും, അത് ചരിത്രത്തെ സ്പർശിക്കും. കേവലം തൻ്റെതായ നാമമാത്രമായ ഒരു അത്ഭുതമായി ഒതുങ്ങിക്കൂടാതെ സാഹചര്യങ്ങളുടെയും സമൂഹത്തിൻ്റെ നടുവിൽ ചോദ്യശരങ്ങളെ ഉയർത്തത്തക്ക നിലയിൽ തൻ്റെ പരിസരങ്ങളുടെ നടുവിൽ പോലും രൂപാന്തരങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പുതു മനുഷ്യനായി തീരത്തക്ക വിധത്തിലുള്ള ഒരു മഹാത്ഭുതത്തിനാണ് യേശു ഇവിടെ തിരികൊളുത്തിയിരിക്കുന്നത്. മണ്ണിൽ ദൈവപുത്രൻ്റെ പരിശുദ്ധൻ്റെ തുപ്പൽ വീണേക്കുന്നത്, ആ മണ്ണിൽ പുതിയൊരു പശപശപ്പ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ഒരു തിമിരാന്ധതയ്ക്ക് പരിഹാരമായിട്ട് മാത്രമല്ല, ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ആമേൻ. കർത്താവിൻ്റെ കുഞ്ഞെ, മുഴുവൻ ഭൂപടവും നിന്റെ മുമ്പിൽ നീ കാണുന്നില്ല എങ്കിലും വിശ്വാസത്തിൻ്റെ സിഗ്നലുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നോട് മുന്നോട്ട് പോവുക എന്ന് ദൂതിലൂടെ പറയുന്നു എന്നത് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? കുരുടൻ്റെ കണ്ണ് തുറന്നു. യേശുവിൻ്റെ തുപ്പലും ഭൂമിയുടെ മണ്ണും, കൂട്ടത്തിൽ മറ്റൊന്നും കൂടിയുണ്ട്. ഐ റിപ്പീറ്റ്, യേശുവിൻ്റെ തുപ്പലും ഭൂമിയിലെ മണ്ണും, കൂട്ടത്തിൽ മറ്റൊന്നും കൂടിയുണ്ട്. അത് വിശ്വാസത്തോടു കൂടിയ അനുസരണമാണ്. ആമേൻ. ആവേശം ഉൾക്കൊണ്ട് വിശ്വസിക്കാം. ഒരു മാറ്റവും കാണാത്തപ്പോഴും ദൈവത്തിൻ്റെ വചനത്തോടുള്ള ആദരവിൻ്റെ പേരിൽ വചനത്തെ വിശ്വസിച്ച് അനുസരിക്കാം. ഞാനൊന്ന് പറയട്ടെ, അത് നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ പിന്നെ പഴയ അന്ധനായിരിക്കുകയില്ല, നീ ഒരു അത്ഭുതമായിരിക്കും. നീ വചനത്തെ വിശ്വസിച്ച് അടുത്ത ചുവട് വെക്കുമ്പോൾ മുഴുവൻ രൂപരേഖ കിട്ടിയിട്ടില്ല എങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള തിരിച്ചറിവിൽ മുന്നോട്ടേക്ക് യാത്ര ആരംഭിക്കുക. നിന്റെ യാത്ര, നീ അന്ധനല്ല, നീ കാഴ്ചപ്പാടുള്ള വിശ്വാസത്തിൻ്റെ അഗ്നിക്കണ്ണുകളുള്ള മനുഷ്യനായിരുന്നുവെന്ന് വരാൻ പോകുന്നൊരു തലമുറയോട് ചരിത്രം തന്നെ എഴുന്നേറ്റ് നിന്ന് പറയും. ഹാലലൂയ, 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 ഹാലലൂയ. 120-ാം വയസ്സിൽ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വാഗ്ദത്ത നാടിനെ നോക്കിയ ജ്ഞാനവൃദ്ധനായ മോശയെ പോലെ മുന്നോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ട ഓരോ ചുവടുകളിലും എങ്ങോട്ടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര ചെയ്ത അബ്രഹാമിനെ പോലെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്ത വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് കാൽച്ചുവടുകൾ വെച്ച ഈ യുഗത്തിലെ അത്ഭുത ദൈവ മനുഷ്യന്മാരെ എഴുന്നേൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ദൈവിക ദൂതുകളുടെ നടുവിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ. റാഹസാധാലറേകൽ ഖമാനയാന്ധനെ, ഇവരുടെ ജീവിതത്തിൽ വലിയ വിശാലതകൾ ഇന്ന് പകൽ നടക്കട്ടെ. കർത്താവ് ഇവരോട് പറഞ്ഞിരിക്കുന്ന ദൂതുകൾ, വാഗ്ദത്തങ്ങൾ നിസ്സാരങ്ങളല്ല.
അതിശക്തമായ ദൈവപ്രവൃത്തിയുടെ ഇടിനാദങ്ങളാണ്. ഇതിവരെ രൂപാന്തരപ്പെടുത്തുകയാണ്, ഇതിവരെ മാറ്റിമറിക്കുകയാണ്. ഈ വിപ്ലവകരമായ ദൈവരാജ്യത്തിൻ്റെ പുതിയ മാറ്റത്തിൻ്റെ അകത്ത് ഇവരുടെ ജീവിതത്തിൻ്റെ അടുത്ത ചുവട്, അടുത്ത ഷീലോഹാം എപ്പിസോഡ് ഇവർക്കൊരു മിറാക്കിളാകുന്നതിനായിട്ട് സ്തോത്രം. കേവലം ഒരു അത്ഭുതം മാത്രമല്ല, രൂപാന്തരപ്പെട്ടവൻ്റെ അത്ഭുതമായി ഇവർ മാറട്ടെ. അന്ധൻ്റെ അത്ഭുതമായിട്ടല്ല, രൂപാന്തരപ്പെട്ടവൻ്റെ അത്ഭുതമായി കർത്താവിൽ ഞങ്ങൾ പുനർജനിക്കട്ടെ. യേശു അപ്പച്ചാ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതിനായിട്ട് നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാപത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട, തെറ്റായ ജീവിത വഴികളിൽ നിന്ന് രൂപാന്തരപ്പെട്ട, ആ പഴയ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ പുതുതായി രൂപാന്തരപ്പെട്ട, ആ അത്ഭുത ദൈവ മനുഷ്യനായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മഹാത്ഭുതമാണ് സ്വർഗത്തിന് സന്തോഷം. കേവലം കണ്ണ് തുറന്നൊരു അന്ധനായി, അല്ലെങ്കിൽ കണ്ണ് തുറക്കപ്പെട്ട കാഴ്ച കിട്ടിയ ആ മനുഷ്യനായി മാത്രം ഒതുങ്ങാതെ, അകക്കണ്ണും കൂടെ തുറക്കപ്പെട്ട, രൂപാന്തരം വ്യക്തമായി സംഭവിച്ച പുതിയ മനുഷ്യനാകാൻ യേശു നമ്മളെ വിളിക്കുന്നു. ഇന്നത്തെ ദൂതിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. ഈ ദൈവാലോചനകൾ ലോകം മുഴുവൻ കേൾക്കട്ടെ. നിങ്ങളിതെല്ലാവർക്കും പങ്കുവെക്കുക. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, യേശുവിൻ്റെ സ്നേഹം വളരെ വലുതാണ്. നിങ്ങൾക്കിന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് ആ അന്ധനായ മനുഷ്യനെ പോലെ ഇറങ്ങാം. പലപ്പോഴും കർത്താവായ യേശുവിലുള്ള ജീവിതത്തിൻ്റെ ആദ്യ ചുവടുകൾ ഒരന്ധൻ നടക്കുന്നത് പോലെ തന്നെ നമ്മൾ വെക്കുക. കാരണം വിശ്വാസം എല്ലാം ഒന്നും നമ്മളോട് പറയില്ല. കിട്ടിയ ഉൾവെളിച്ചത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിയെല്ലാം നേരെയായിക്കൊള്ളും. കിട്ടിയ കൃപയ്ക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ എല്ലാം ഭദ്രമായിക്കൊള്ളും. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നമ്മുടെ സഭയുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. ഈ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ ഫാസ്റ്റിംഗ് പ്രയറും സ്നാന ശുശ്രൂഷകളും നടക്കുന്നു. എല്ലാ മാസവും നിരവധി പ്രിയപ്പെട്ടവർ കർത്താവിനോട് ചേരുന്നു. ദൈവപ്രവൃത്തിയുടെ പുതിയ അധ്യായങ്ങളിൽ ചേർന്ന് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വരിക, ഇത് പുതിയൊരു തുടക്കമാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ നിൽക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശു മഹാരാജാവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.